ഇത് കേരളത്തിലെ ക്ലീൻ സിറ്റി എന്നറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി റൂട്ടിലാണ് നമ്മുടെ യാത്ര. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റും കടന്ന് നിബിഡ വനത്തിലൂടെ ഈ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് നല്ല സുന്ദരമായ കാറ്റേറ്റ് വളരെ അനുഭൂതി ഉണ്ടാക്കുന്ന നല്ല വൈബുള്ള ഒരു യാത്ര. ഈ യാത്ര സുഹൃത്ത് ശ്രീയുടെ റെൻഡേവു ജംഗിൾ റിസോർട്ടിലേക്കാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ പുൽപ്പള്ളി റൂട്ടിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് വരുന്ന വഴിയാണിത്. ഈ രണ്ട് പുറവും വനപ്രദേശമാണ്. അങ്ങനെ കടന്നു വന്ന് ഒരു ഗ്രാമപ്രദേശത്തേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ ഈ റിസോർട്ട് കാണാൻ പറ്റുന്നത്. ഏകദേശം ഒരു പഴയകാല പ്രൗഢിയോടെ പണി കഴിപ്പിച്ചിട്ടുള്ള റിസോർട്ടാണിത്. ഇതിൻ്റെ ഫ്രണ്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ചെങ്കല്ല് ഉപയോഗിച്ചിട്ട് പഴയ നാലുകെട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വാസ്തുവാണ് ഇതിന് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പടിപ്പുരയാണ്. ഈ പടിപ്പുരയ്ക്ക് പുറമെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വലിയൊരു ഗേറ്റും കാണാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ മുഴുവൻ നമ്മൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പണികളൊക്കെ കഴിപ്പിച്ചിട്ടുള്ളത്. ഓരോ കോട്ടേജസും പഴയ കാലത്തെ പോലെ തന്നെ ഓട് പാകിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ റെൻഡേവു റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. ഇതൊരു റെൻഡേവു ജംഗിൾ റിസോർട്ട്. ഈ പടിപ്പുര തുറന്ന് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് നമ്മുടെ വലതുവശത്തായിട്ട് ഒരു നാച്ചുറൽ പോണ്ടാണ്. ഇതിവിടെ ഈ ഭൂമി വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സ്വാഭാവിക കുളമാണ്. അത് പരിരക്ഷിച്ച് എടുത്തിട്ടുള്ളതാണ്. അതിലും ഈ മത്സ്യം വളർത്തുന്നുണ്ട്, വേണമെങ്കിൽ കുളിക്കുകയും ചെയ്യാം. അത് ഒരു സ്വാഭാവിക കുളമായിട്ട് തന്നെ പരിരക്ഷിച്ച് പരിപാലിച്ചു പോരുന്നതാണ്. ഇതുപോലെ കയറി വരുമ്പോൾ അതിൻ്റെ റിസപ്ഷൻ ഏരിയയാണ്. നല്ല തടിയുള്ള മുളകൾ, ഉണങ്ങിയ മുളക് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് അതിൻ്റെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ. നമുക്ക് ഉത്സവിച്ചിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഗസ്റ്റുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സൈക്കിളുകളാണ്. ഈ സൈക്കിളെടുത്ത് നിങ്ങൾക്ക് ഈ ഗ്രാമാന്തരീക്ഷത്തിലൂടെ ചുറ്റിക്കറങ്ങാം, വനത്തിൻ്റെ പ്രദേശങ്ങളിലൂടെ ആസ്വദിച്ച് യാത്ര ചെയ്യാം. ഇവിടെ നമ്മളൊരു ട്രീ ഹൗസ് പോലെ, ഒരു ഏറുമാടം എന്ന് പറഞ്ഞുകൂടാ, ഒരു വ്യൂ പോയിൻ്റ് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ കയറി നിന്നാൽ നിങ്ങൾക്ക് ചുറ്റും വളരെ സുന്ദരമായിട്ടുള്ള ഗ്രാമഭംഗി ആസ്വദിക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ സുഹൃത്തും
ജംഗിൾ റിസോർട്ടിൻ്റെ MD-യുമായിട്ടുള്ള ശ്രീ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടെ കേൾക്കാം. എൻ്റെ പറഞ്ഞ ഒരു മീറ്റിംഗ് പ്ലേസ്, ഒരു എന്താ പറയുക പ്രൈവറ്റ് മീറ്റിംഗ് പ്ലേസ് എന്നുള്ളതാണ് എൻ്റെ ഫ്രഞ്ച് വേർഡാണിത്. ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ പ്രൊനൗൺസ് ഇത് വേർഡുകൾ വരുന്നത് RENDZVOUS എന്നാണ് അതിൻ്റെ വേർഡിൻ്റെ സ്പെല്ലിംഗ് വരുന്നത്. എന്തൊക്കെ ഫെസിലിറ്റികളാണ് നിങ്ങളിവിടെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്? എല്ലാവർക്കും താങ്ങാവുന്ന റേറ്റിലാണോ നിങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നത്? ഏറ്റവും നല്ല റേറ്റാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ മറ്റ് റിസോർട്ടിനെക്കാട്ടിലും നല്ല റേറ്റാണ് കൊടുക്കുന്നത്. അതിന് പുറമെ ഇവിടെ ഫെസിലിറ്റീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മീൻ പിടിക്കാനുള്ള കുളം, സ്വിമ്മിംഗ് പൂള്, കുട്ടികൾക്കും വലിയവർക്കുള്ള സ്വിമ്മിംഗ് പൂള്, അതേപോലെ തന്നെ ഇവിടെ സൈക്കിളിലൊക്കെ കാടിൻ്റെ സൈഡിലൂടെ സവാരി ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, പിന്നെ ഫ്രഷ് ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്, സെർവ് ചെയ്യുന്നത്. എല്ലാ നേരത്തും എല്ലാ തരത്തിലുള്ള ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം ഫ്രഷാണ് എന്നുള്ളതാണ് പ്രത്യേകതയായിട്ട് കാണുന്നത്. ഇതിപ്പോൾ ഈ കാടിൻ്റെ പരിസരത്തായതുകൊണ്ട് മൃഗങ്ങളുടെ ശല്യം അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, മൃഗങ്ങളുടെ ശല്യമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അതിന് പുറമെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ ലെവൽ ഭയങ്കര ഹൈ ആണ്. അതേപോലെ തന്നെ പൊല്യൂഷൻ വളരെ കുറവുള്ള സ്ഥലമാണ്. വെള്ളം വളരെ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഗ്രാമാന്തരീക്ഷമാണ് ഇതിൻ്റെ അകത്ത്. ഈ കാടിൻ്റെ ഉള്ളിലെ ഒരു ഗ്രാമാന്തരീക്ഷമാണ് ഉള്ളത്. മറ്റ് ജന്തുക്കളുടെ ശല്യങ്ങളോ മൃഗങ്ങളുടെ ശല്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ കുറച്ച് ചുമർചിത്രങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതുപോലെയുള്ള പ്രീമിയം വില്ലാസ് ഏകദേശം 10 വില്ലകൾ ഇതിനകത്തുണ്ട്. അത് നമുക്ക് എങ്ങനെയുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വയനാട് മേഖലയിൽ വരുന്ന സമയത്ത് ഏറ്റവും നല്ല വൈബുള്ള സ്ഥലത്ത് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വില്ലകളൊക്കെ. ഒരു ട്രഡീഷണൽ ആർക്കിടെക്റ്റിലാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, മാത്രമല്ല ഇവിടെ നമുക്ക് ഇതിനടുത്ത് വനപ്രദേശമാണ്. അപ്പോൾ ധാരാളം മൃഗങ്ങളെ കാണാനുള്ള സാധ്യതകളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ റിസോർട്ടിൻ്റെ വില്ലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പുറത്ത് ഇരിക്കാൻ സൗകര്യത്തിൽ ചെറിയൊരു സിറ്റ് ഔട്ട് ഇതിനകത്തുണ്ട്. പിന്നെ നമ്മളിങ്ങനെ തുറന്ന് തീരുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഒരു ലിവിങ് ഏരിയ എന്നുള്ള പോലെ അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ പുറത്തേക്ക് ഇതിൻ്റെ ഫ്രണ്ടിലിട്ടതുപോലെ തന്നെ നമുക്ക് പുറത്തേക്കും ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇങ്ങനെ നമുക്ക് പുറത്തൊരു വളരെ നല്ല രസകരമായിട്ടുള്ള, രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും നമുക്ക് ഏറ്റവും നല്ല വൈബ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് പ്രൈവസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വളരെ കാമൻ ക്വയറ്റായിട്ടുള്ള ഏരിയയാണ്. മാത്രമല്ല രാത്രികളിലൊക്കെ ചീവീടുകളുടെയും അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ശബ്ദങ്ങൾ പല പക്ഷികളുടെയും ഒക്കെ കേൾക്കാനും കഴിയുന്ന തരത്തിലാണ് ഈ സ്ഥലമുള്ളത്. ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു
ഇത് ജംഗിൾ റിസോർട്ട് ഓഫർ ചെയ്യുന്ന പൂളോട് കൂടിയിട്ടുള്ളൊരു കോട്ടേജാണ്. കാടിൻ്റെ വന്യമായ നിശബ്ദതയിൽ നിങ്ങൾക്ക് വളരെ സ്വകാര്യമായി താമസിക്കാനും ആസ്വദിക്കാനും പറ്റുന്ന തരത്തിലാണിത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. സ്വിമ്മിംഗ് പൂൾ ഇല്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കോട്ടേജുകളും ഇതേ രീതിയിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും സുന്ദരമായൊരു അന്തരീക്ഷത്തിൽ ആസ്വാദ്യകരമാകുന്ന രീതിയിലാണ് എല്ലാ കോട്ടേജുകളുടെയും നിർമ്മാണവും. ഇവിടെ നമുക്ക് ഈ മുകളിലുള്ള കോട്ടേജസിൽ താമസിക്കുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ വേറെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സെൻറ്റർ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ 10ഓളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിന് പുറമെയാണ് ഈ സ്പേസ് ഉള്ളത്. മാത്രമല്ല ഇവിടെ കുട്ടികൾക്ക് ഫാമിലിയായിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്ലേ ഗ്രൗണ്ട് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഈ കാടിൻ്റെ അകത്ത് ഉള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ തോട്ടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് പുല്ല് പിടിപ്പിച്ചതാണ്. നേരത്തെ ഇത് വെറും കാപ്പിത്തോട്ടമായിട്ട് മാത്രം കടന്നിരുന്ന സ്ഥലമാണ്. ഏകദേശം 2 ഏക്കർ വരുന്ന ഈ കോമ്പൗണ്ടിനകത്ത് പുല്ല് പിടിപ്പിച്ചിട്ട് ആളുകൾക്ക് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിനകത്തുള്ള മരങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ള മരങ്ങൾ അങ്ങനെ തന്നെ സംരക്ഷിച്ചിട്ടുള്ളതാണ്. അതിൽ മാവ്, പ്ലാവ്, മറ്റ് കാട്ടുമരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ നമുക്ക് കാട്ടിനകത്ത് ഏറുമാടത്തിൻ്റെ അതേ പ്രതീതി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സംഭവമുണ്ട്. നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കാണിച്ച പോലെ തന്നെ ഇവിടെ ഇത് കൃത്യമായിട്ട് ഏറുമാടം തന്നെയാണ്. മരങ്ങളും മുളക്കമ്പുകളൊക്കെ ഉപയോഗിച്ച് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കയറിയിട്ടിരിക്കാം. രാത്രി വേണമെങ്കിൽ ഒരു ബുക്കും ഒരു കട്ടൻ ചായയും കൊണ്ട് കയറി കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്നിട്ട് വായിക്കാനും ഒക്കെ സൗകര്യപ്പെടും. മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ വൈബ് എന്ന് പറയുന്നത് അത്ഭുതപ്പെടുന്നതാണ്. ചെവികളുടെ ശബ്ദമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, പക്ഷികളുടെയൊക്കെ ശബ്ദമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, എന്നാൽ കാട്ടുമൃഗങ്ങളുടെ ശബ്ദങ്ങളും ഇതിൻ്റെ തൊട്ട് പുറകുവശത്തുള്ള കാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യമൊന്നും ഈ കോമ്പൗണ്ടിനകത്ത് ഉണ്ടാവാറില്ല. ഇവിടെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത്. ഇതിന് പുറകുവശം വനമാണ്. ഈ പൂളിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കണ്ണിന് ആസ്വാദ്യകരമാകുന്ന തരത്തിലുള്ള ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ പച്ചപ്പും ഈ ചെടികളുടെ ഭംഗിയും കൂടി വല്ലാത്തൊരു കോമ്പിനേഷനാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിനിമ്പമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഈ പൂളിൻ്റെ ഈ വശത്തായിട്ട് നമുക്ക് ബാത്റൂം സൗകര്യമുണ്ട്. ആളുകൾ കുളിച്ചതിന് ശേഷമാണല്ലോ പൂളിൽ സാധാരണ ഇറങ്ങാറുള്ളത്. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കളിസ്ഥലമുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള സൗകര്യവും റിസോർട്ട് ഒരുക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോർമെറ്ററി സൗകര്യം കൂടി ഉണ്ട്. ഏകദേശം 10-15 പേർക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റും. പിന്നെ വല്ല ഇവൻറ്റുകളൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പാസിറ്റി ഇതിനകത്തുണ്ട്. അവർക്കുള്ള ഫുഡും റെസ്റ്റോറൻറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളും ഇവർ ഒരുക്കി തരുന്നതാണ്. കാടിൻ്റെ അകത്താണ് എന്നുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കോട്ടേജിൽ തന്നെ ഒരുക്കുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം അതാത് സമയങ്ങളിൽ പാചകം ചെയ്ത് ലഭിക്കുന്നതാണ്. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ ഗസ്റ്റിനൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
ഈ റിസോർട്ടിൻ്റെ സുന്ദരമായിട്ടുള്ള രാത്രികാല കാഴ്ചകൾ കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. റിസോർട്ടുമായി ബന്ധപ്പെടാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ സംഭവങ്ങളൊക്കെ മനോഹരം.